ഏറിയ 2-3 മാസം കൊണ്ട് അവളുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവില്ലേ? അതിനിടയിലെ വിവാഹത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നമുക്ക് പൂർത്തിയാക്കാനും കഴിയും. പിന്നെ ലേറ്റ് ആക്കേണ്ട കാര്യമുണ്ടോ? മുഹൂർത്തം നിശ്ചയിക്കാതെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനാവില്ല. അതാണല്ലോ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അത് മനസ്സിൽ വെച്ചാ ഞങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും മൂഡ് ഓഫാ. വിവാഹ തീയതി കുറിച്ചു കഴിഞ്ഞാ എല്ലാരും ഒന്ന് ഉഷാറാവും. ട്രീറ്റ്മെന്റ് അതിന്റെ വഴിക്ക് നടക്കട്ടെ. കല്യാണം നമുക്ക് മാർച്ചിലോ ഏപ്രിലോ നടത്താലോ. വീൽ ചെയറിലിരുത്തി എന്റെ മകളുടെ കല്യാണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രഭേട്ടൻ എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞത് കവിതയ്ക്ക് മനസ്സിലായില്ലേ? കതിർ മണ്ഡപത്തിൽ വെച്ചാ ഞാൻ അവളുടെ വിവാഹം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ വീൽ ചെയറിൽ വെച്ചല്ല. അതിന് കഴിയുമ്പോ മതി ശ്രീകുട്ടിയുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാൻ. അതിന് ഓഡിറ്റോറിയം ഒന്നും വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇനി ആരും ഈ വിഷയമായിട്ട് എന്റെ അടുത്ത് വരരുത്. അല്ല, ഈ പ്രഭേട്ടനിത് എന്തു പറ്റി? അച്ഛനൊന്ന് ചോദിക്കായിരുന്നില്ലേ? ഒരു കാര്യമില്ലാതെ പ്രഭ അങ്ങനെ പറയില്ല. അങ്കിൾ, ഡോക്ടർ ബൽറാമിനെ കണ്ടോ? ഡോക്ടർ വിളിച്ചിട്ടാ ഞാൻ പോയത്. അദ്ദേഹം ഡൽഹിയിലേക്ക് അയച്ച ടെസ്റ്റുകളുടെ റിപ്പോർട്ട് എന്നോട് പറഞ്ഞു. എന്നെ തകർത്തു കളഞ്ഞു മോനെ. അങ്കിളെ, ആ ഒരു പ്രതീക്ഷയിലല്ലേ നമ്മൾ ജീവിച്ചത്? അതെല്ലാം അസ്ഥാനത്തായി. ഇനിയൊരു പ്രതീക്ഷയില്ല മോനെ. അങ്കിൾ, ആ ജീവനാന്തം എന്റെ മോൾ ഇതേ കിടപ്പിലായിരിക്കും. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ശ്രീകുട്ടി 80% തളർന്നു പോയെന്നല്ലേ. പക്ഷേ ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം അവള് 90% പാരലൈസ് ആയെന്ന ഡോക്ടർ പറയുന്നത്. ട്രീറ്റ്മെന്റ് കൊണ്ടൊന്നും ഇനി ഒരു കാര്യമില്ലെന്ന പ്രൊഫസർ ചതുർവേദിയുടെ വിലയിരുത്തൽ. ഇതൊരു അവസാന വാക്കായിട്ടാ ഡോക്ടർ പറയുന്നത്. അങ്കിൾ, എന്റെ മരണം വരെ എനിക്ക് എന്റെ മോളെ ബെഡിൽ കാണേണ്ടി വരും മോനെ. ഈ ഒരു പുനർജന്മം അവർക്കില്ല. ഒരച്ഛനും ഇങ്ങനൊരു വിധി ഉണ്ടാവരുത്. ഡോക്ടർ അങ്ങനെ ഒരു നിഗമനം പറഞ്ഞു വെച്ചിട്ട് നമുക്കത് കേട്ടിരിക്കാൻ പറ്റുമോ? അങ്കിള് തകർന്നു പോരുത്. ഈ ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും ഞാൻ അവളെ കൊണ്ടുപോകും. തിരിച്ചു കൊണ്ടുവരും ഞാൻ അവളെ. അവളില്ലാതെ ഞാനുണ്ടോ? എന്റെ പ്രാണവായു അവൾ.
ഡോക്ടർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നീ ഇതൊന്നും പറയില്ലായിരുന്നു. എന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു. ആ കൊടുംവിഷം എന്റെ മോളുടെ ശരീരം പതിയെ പതിയെ കാർന്നു തിന്നുക. പഴയതുപോലെ എണീറ്റ് നടക്കാൻ സ്വപ്നം കാണും എന്റെ മോള്. അച്ഛന്റെ കൈ പിടിച്ച് ഒരു വട്ടം കൂടി പിച്ച വെച്ച് നടക്കാനുള്ള ഭാഗ്യ എനിക്ക് വരാൻ പോതേന്ന് ഇന്നലെ തമാശ പറഞ്ഞ എന്റെ മോള്. വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഇവിടെ ഉള്ളവരെല്ലാം അവളുടെ മനസ്സിലിട്ട് കഴിഞ്ഞു. പക്ഷെ സത്യം എന്താണെന്ന് എന്റെ മോൾ അറിയുന്നില്ലല്ലോ. ഇത് എങ്ങനെ എന്റെ കുട്ടിക്ക് സഹിക്കാൻ കഴിയും? ഈ അവസ്ഥ അവൾ തിരിച്ചറിഞ്ഞ പിന്നെ അവള് ജീവിച്ചിരിക്കൂ. പ്രഭാചന്ദ്രൻ മരിച്ചു മോനെ. എന്റെ മോള് മല്ലിജി, കവരി, പ്രഭേ, നമ്മുടെ മോക്ക് എന്താ പറ്റിയത്? പ്രഭ സഞ്ജുവിനോട് പറഞ്ഞത് ഞാൻ വിശ്വസിക്കണം. നീ വിശ്വസിക്കാതിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? എന്റെ മോള് ഇനി ഒരിക്കലും നടക്കില്ലേ? പറ പ്രഭേ, ഇനിയുള്ള കാലം എന്റെ മോള് ബെഡിൽ തന്നെയായി പോവോ? നീ കേട്ടതൊക്കെ സത്യമാണ്. പ്ലാസ്റ്റർ മാറ്റിയപ്പോ തന്നെ ഡോക്ടർ അത് തിരിച്ചറിഞ്ഞതാ. നിന്നോട് ഞാനത് പറയാതിരുന്നതാ. ഒരു റിപ്പോർട്ട് കൂടി വരട്ടെ എന്ന് കരുതി. 90% നമ്മുടെ മോള് തളർന്നു കഴിഞ്ഞു. ഈശ്വര, എന്റെ മോളെ അമ്മ ഇനി എന്തിനാ ജീവിക്കുന്നത്? പ്രഭേ, ഇല്ല,
ഒരു ഡോക്ടർക്കും വിധി എഴുതാനുള്ളതല്ല നമ്മുടെ മോളുടെ ജീവിതം. അയാളാണോ നമ്മുടെ മോളുടെ ഭാവി നിശ്ചയിച്ചിരിക്കുന്നത്? കാലുകൾ തളർന്നുപോയ ആരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ലേ? വന്നിട്ടില്ലേ പ്രഭേ? ഏയ്, ഞാനിത് വിശ്വസിക്കില്ല. എന്റെ മോൾ എണീറ്റ് നടക്കും പ്രഭേ. അവളെ ഞാൻ നടത്തിപ്പിക്കും. അല്ലെങ്കിൽ നമുക്ക് ആരാ പ്രഭേ ഉള്ളത്? ഇല്ല, ഒരു വിധിക്ക് ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. പ്രഭയെ പോലെ തളർന്നിരിക്കാൻ എനിക്കാവില്ല. നമുക്കവളെ സ്റ്റേറ്റ്സിലേക്കോ എവിടേക്കെങ്കിലും അവളെ കൊണ്ടുപോവാം. അവര് നമ്മുടെ മോളെ കൈവിടില്ല. നമുക്കുള്ളത് വിറ്റിട്ടായാലും അവളെ രക്ഷിക്കണം പ്രഭേ. ഞാനതിന് മടിക്കുന്നു എന്നാണോ കാഞ്ചന പറയുന്നേ? ആർക്കു വേണ്ടിയാ നമ്മുടെ സമ്പാദ്യമൊക്കെ? അവൾക്ക് വേണ്ടിയല്ലേ? പിന്നെ എന്തിനാ പ്രഭേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മടിക്കുന്നത്? ശ്രീകുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് നിനക്ക് മനസ്സിലാവത്തോണ്ട. ഇപ്പൊ ഇതൊന്നും അവൾ അറിയരുത്. പുറത്തുള്ള ചില ഡോക്ടേഴ്സിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എന്താ അവര് പറയുന്ന കൂടി നോക്കാം. ആരെങ്കിലും ഒരാൾ 10% പ്രതീക്ഷ തന്ന ഞാൻ അവളെയും കൊണ്ട് അവിടേക്ക് പോകും. അവരും കൂടി കൈ ഒഴിഞ്ഞാ പിന്നെ ഇത് നമ്മുടെ വിധിയാണെന്നേ കരുതാൻ കഴിയും. പ്രഭേ, നമ്മുടെ മോള് സ്നേഹിച്ച് സ്നേഹിച്ച് നീ എന്നിൽ നിന്നും മാഞ്ഞു പോവാണ് മോളെ. നീ മാത്രമായിട്ട് എങ്ങും പോവില്ല. നിന്റെ കൈ പിടിച്ച് മരണത്തിലേക്കായാലും ഞാനുണ്ടാവും. ലവ് യു സ്വാതി. നീ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ വരുന്നത്? എനിക്ക് എന്റെ ചേച്ചിയുടെ മുന്നിലേക്ക് പോലും പോകാൻ കഴിയുന്നില്ല. ഞാനെല്ലാം കേട്ടു. ഇവിടെ ചേച്ചി ഒഴികെ എല്ലാവരും അറിഞ്ഞു. നീ എന്തിനാ എപ്പോഴും ദൈവത്തെ പ്രാർത്ഥിക്കുന്നെന്ന് എനിക്കറിയില്ല. നിന്റെ പ്രാർത്ഥന കൊണ്ട് ബലം ഉണ്ടാവുമെന്ന് ഇവിടെ പലരും വിശ്വസിക്കുന്നു. ഞാനും വിശ്വസിച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം വെറുതെയാ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. നിങ്ങൾ ഇതൊന്നും കേട്ട് വിഷമിക്കരുത്. എന്റെ മനസ്സിൽ ചേച്ചിക്ക് ഒരു രൂപമുണ്ട്. അത് കട്ടിലെ തളർന്നു കിടക്കുന്ന രൂപമൊന്നുമല്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് ഓടി നടക്കുന്ന എന്റെ ചേച്ചി മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, എന്തെല്ലാം പരീക്ഷണങ്ങളാ ചേച്ചി നമ്മളൊക്കെ നേരിട്ടതെന്ന്. ഓരോ തവണയും ചേച്ചി മരണത്തിൽ നിന്ന് തിരിച്ചു വന്നില്ലേ? ഇവിടെ മറിച്ചൊന്നും സംഭവിക്കില്ല. ചേച്ചി എഴുന്നേക്കും. ഞാൻ വിശ്വസിക്കുന്ന പെരുവണ്ണാപുരത്തമ്മ ചേച്ചിക്ക് കൈത്താങ്ങായിട്ടുണ്ടാവും.
ഇതെനിക്ക് കിട്ടിയ ശിക്ഷ, ഞാൻ സ്വാതിയോട് ചെയ്ത ചതിക്ക് കിട്ടിയ കൊടിയ ശിക്ഷ. അതനുഭവിക്കേണ്ടി വന്നത് അവളും. അത് കണ്ട് ഞാൻ വേദനിക്കണം, നീറി കെട്ടടക്കണം. എന്തൊരു ചതിയാ ഞാൻ അവളോട് കാണിച്ചത്. മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയ വിവരം ഞാൻ അവളിൽ നിന്ന് മറച്ചു വെച്ചു. സ്വാതി അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടും ഞാനത് അവളോട് പറഞ്ഞില്ല. സ്വാതി ചെയ്തതെന്താ? അവൾ അനിയത്തിയെ പോലെ കരുതിയ ആ പെണ്ണിന്റെ ഭർത്താവിനെ തേടിയുള്ള അലച്ചിലായിരുന്നു. അവൾ അതിനെന്നെയും കൂട്ടുപിടിച്ചു. സ്വാതിക്കൊപ്പം ഒരു ചതിയന്റെ മുഖം മറച്ചു വെച്ച് ഞാൻ അവൾക്കൊപ്പം പോയി. അവൾ കണ്ടെത്തിക്കൊണ്ടുവന്ന വിവരങ്ങളൊക്കെ എന്നോടുള്ള വിശ്വാസത്തിൽ അവൾ പറഞ്ഞു. അതൊക്കെ തന്ത്രപൂർവം മനസ്സിലാക്കി ഞാൻ സ്വന്തം മുഖം രക്ഷിച്ചു. വീണ് കിടക്കുമ്പോഴും അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു അവൾ. എനിക്കതിലൊരു താല്പര്യമില്ലെന്ന് അവൾ പരിഭവം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാവരുടെ സമാധാനത്തിന് വേണ്ടിയാ. ഒരു കുടുംബം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ അവളുടെ മുമ്പിൽ എനിക്ക് അതിനെ കഴിഞ്ഞുള്ളൂ. എല്ലാം അവളോട് തുറന്നു പറയേണ്ടതായിരുന്നു. എനിക്ക് തെറ്റുപറ്റിയത് അവിടെയാ. ഇനി തിരുത്താൻ കഴിയാത്ത തെറ്റ്. നിങ്ങൾ മാത്രം എന്തിനീ ശിക്ഷ അനുഭവിക്കണം? എല്ലാത്തിനും കാരണക്കാരി ഞാനല്ല. എന്നെയല്ലേ നിങ്ങൾ പഠിക്കേണ്ടത്? എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതല്ലേ നിങ്ങൾ ചെയ്ത ഏക തെറ്റ്? മനസ്സവാച നിങ്ങൾ ചേച്ചിയെ ചതിച്ചിട്ടില്ല. നിങ്ങൾ ചേച്ചി എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാം. എന്നും ആ സ്നേഹം അണയാതെ നിലനിൽക്കണം. ചേച്ചിക്ക് ഇനി നടക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടണം. ചേച്ചി ആഗ്രഹിക്കുന്നിടത്തൊക്കെ ചേച്ചിയെ കൊണ്ടുപോണം. ചേച്ചിക്ക് കാലുകളില്ലെങ്കിൽ എന്താ? ദൈവം നിനക്ക് കൈകൾ തന്നിട്ടില്ലേ? ഒരു കാലത്ത് ഞാൻ അവളെ ഉപേക്ഷിക്കില്ല. എന്റെ കൈകളിൽ ഒരു കുഞ്ഞിനെ പോലെ ഞാൻ അവളെ കൊണ്ടു നടക്കും. ഞാനോ നീയോ മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അത് നിന്റെ ദൈവത്തിനും അറിയില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്?